Hi guys, welcome to Do It Podcast. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആന്റണി, അഭിജിത്ത് ആൻഡ് നേനയാണ്. They are a part of Animal Rescue Welfare and they are here to talk about their experience and how they got into this, this great way of living. Welcome guys. Thank you so much for coming. എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ആനിമൽ റെസ്ക്യൂസിനെ നേരിട്ട് കാണുന്നത്. ഐ ഹാവ് ടു സേ ദിസ്. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കും. ഐ ഫീൽ ലൈക്ക് എനിക്ക് ലൈഫിൽ സമാധാനം കിട്ടുന്നത് ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴാണ്. ലൈക്ക് റെസ്ക്യൂഡ് ആനിമൽസ്, ഹൗ ദി ലിവ് ഹാപ്പിലി. സോ അങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴാണ് ആന്റണിയുടെ വീഡിയോ ഞാൻ കണ്ടത്. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. സോ ഐ കോൾഡ് ഹിം. സോ ടെൽ മീ അബൌട്ട് യു. ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ഇങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ? എങ്ങനെയാണ്, ഐ മീൻ പ്രൊഫഷൻ പോട്ടെ, ഇങ്ങനത്തെ ഒരു ഹൗ ഡിഡ് യു ഗെറ്റ് ദ മോട്ടിവേഷൻ ടു ഡു ദിസ്? Probably during Corona time when everyone was quarantined. എല്ലാരും ഡോഗ്സിനൊക്കെ ആക്ച്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത സമയം അപ്പോഴാണ്. Exactly, yeah. അല്ലെ? We started noticing many how things. important they were. ഡോഗ്സ് മാത്രമല്ല, എനിക്കൊന്ന് പ്ലാന്റ്സ് വരെ എല്ലാത്തിന്റെയും വാല്യൂ അറിഞ്ഞ ഒരു സമയമാണ് അത്. അപ്പോൾ ആ സമയത്ത് ആണ് പുറത്ത് ഫീൽഡിൽ ഇറങ്ങിയിട്ട് വി സ്റ്റാർട്ടഡ് ഫീഡിങ് ഫുഡ്. അങ്ങനെയാണ് ഐ ആൻഡ് ആന്റണി ഞങ്ങൾ പരിചയപ്പെടുന്നത് എല്ലാം. അങ്ങനെ അതും തുടങ്ങി. പിന്നെ ഇന്ന് വരെ വി ആർ ലൈക് ത്രൂ thick and thin എന്ന് പറയുന്ന പോലെ വി ഹാവ് ബീൻ സ്റ്റക്ക് ടുഗദർ. അതെ, ആന്റണി ആ സെയിം ഒരു ടൈം. എന്റെ വീട്ടില് കുഞ്ഞുനാളൊട്ട് ഞാൻ കുറെ പൂച്ചകളുണ്ട്, ഡോഗ്സ് ഒന്നുമില്ല. അപ്പോ വീട്ടിൽ ഓൾറെഡി എന്താ പറയാ ആനിമൽസ് എപ്പോഴും ഉള്ള കാര്യമാണ്. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളെയൊക്കെ. പിന്നെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തുമ്പോ കുറച്ച് സപ്പോർട്ട് കുറയല്ലോ. അതെ അതെ, എല്ലാം അധികമായ അവർക്ക് എപ്പോഴല്ലേ. നമ്മൾ ഈ വേറെ പരിപാടിക്കൊന്നും പോവാണ്ട് മാത്രം എന്റെ പ്രായത്തിലുള്ള ഒരു ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ലൈഫ് കളയുന്ന ഒരു കംപ്ലൈന്റ് അവർക്കുണ്ട്. മനസ്സിലായി. പക്ഷെ this is a full time job, right? Yeah. Like once ഞങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ദാറ്റ് മീൻസ് യു ആർ വെരി എംപത്തറ്റിക് ടുവേർഡ്സ് ദം. അല്ലെങ്കിൽ അതിലൂടെയാണ് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അല്ല, എങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു പ്രൊഫഷനൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ പേഴ്സണലി ഉള്ള കാര്യം പറയാം. ഇതിപ്പോൾ ഡോഗ് ആയിക്കോട്ടെ ക്യാറ്റ് ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കൊരു ആനിമൽ സഫർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്നത് ഞാനാണ് ആ റോഡിൽ കിടന്ന് എഴുന്നെങ്കിൽ എന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോകും. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ട് അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര നാൾ റെസ്ക്യൂ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഈ ചെന്നിരിക്കുന്ന പാർക്കുകളിലൊക്കെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കും, ഇവരെ നമ്മൾ പാമ്പർ ചെയ്യും. പിന്നെ ഇവർ നമ്മുടെ കൂടെയാണ്. ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും കൂടെ വരും. അപ്പം ഇത് പലരും നോട്ടീസ് ചെയ്യുന്നുണ്ട് ഈ സംഭവം. പക്ഷേ എനിക്കറിയില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ സിനിമയെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന സ്ഥിതിക്ക് ഒരു ചേട്ടൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. ആന്റണി അല്ലേ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ഡോഗ് ഇവിടെ മുസ്ലിം പള്ളിയുടെ അവിടെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, ആന്റണി ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കണം, കറക്റ്റായിട്ട് ഇയാൾ എങ്ങനെ എന്നെ തന്നെ വിളിച്ചു, ഡോഗിനോട് താല്പര്യമുള്ള എന്നെ തന്നെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ എന്തുകൊണ്ട് എന്നെ വിളിച്ചു? അപ്പം ആന്റണി ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പാർക്കിൽ വരാറില്ലേ ഡോഗിനായിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഡോഗിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ വഴി നമ്മുടെ പോസിന്റെ നമ്പർ കിട്ടി. അങ്ങനെ ആ ഡോഗിനെ പോസിലേക്ക് എത്തിച്ചു. പിന്നീട് ഞാൻ അത്രയും നാൾ നോക്കിയ ഡോഗാണല്ലോ, എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നി. അപ്പോൾ ഞാൻ പോസിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തു, എനിക്കതിനൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഷെൽട്ടറിലോട്ട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പോയി ഷെൽട്ടർ കണ്ടു. ഷെൽട്ടർ കണ്ടപ്പോൾ അവിടെ കുറേ സഫർ ചെയ്യുന്ന ഡോഗ്സ്, ഒരു കാല് അല്ലെങ്കിൽ 2 കാലില്ലാത്ത ഡോഗ്സ്. അപ്പോൾ അങ്ങനെ സഫർ ചെയ്യുന്ന ഡോഗ്സിനെ കണ്ടപ്പോൾ എനിക്ക് അതിന് വോളണ്ടിയർ ആവണമെന്ന് തോന്നി. അപ്പോൾ തന്നെ ഞാൻ ഓഫീസിൽ പോയിട്ട് എനിക്ക് വോളണ്ടിയർ ആവണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് ഡോഗ് റെസ്ക്യൂ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ കുറേ സഫർ ചെയ്തിട്ടുണ്ട്. ഈ ഭക്ഷണം കൊടുക്കാനൊക്കെ പൈസ ഇല്ലാണ്ടെന്ന് വന്നപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ അടുത്ത ഡോഗിനെ റെസ്ക്യൂ ചെയ്തു. പിന്നെ അതങ്ങോട്ട് സ്പ്രെഡായി. ഇപ്പോൾ എല്ലാവരും വിളിക്കും. അങ്ങനെയാണ് ആ ഒരു ഇത്. ഓക്കെ, നേരൊക്കെ ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഡോഗ് റെസ്ക്യൂ? അതോ ഇങ്ങനെ വോളണ്ടിയർ ചെയ്ത് തന്നെയായിരുന്നോ തുടക്കം? ഇതല്ലേ ആദ്യം ഞാൻ ഫീഡിങ്ങിന് മാത്രമായിരുന്നു. അതിനേക്കാളും മുന്നേ പേഴ്സണൽ വോളണ്ടിയർ ആന്റണി ആയി കഴിഞ്ഞിട്ടുണ്ടായി. ആൻഡ് ഹി ആസ്ക്ഡ് മീ പേഴ്സണൽ വോളണ്ടിയർ ആവാൻ. പക്ഷെ ഐ തോട്ട് ചുമ്മാ പേരിന് വേണ്ടിയിട്ട് വോളണ്ടിയർ ആവാൻ ദർ ഇസ് നോ പോയിന്റ്, റൈറ്റ്? ഐ തോട്ട് ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ കണ്ടിന്യൂ ഇൻ ദിസ് ഫീൽഡ് കുറച്ച് നാളത്തേക്ക്.
എൻ്റെ ഒരു സ്റ്റെബിലിറ്റി അനുസരിച്ചിട്ട് ഐ ക്യാൻ ബി എ Be a വോളണ്ടിയർ. volunteer. ഐ തിങ്ക് ഒരു 4-5 months കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോസ്റ്റിൽ പോയിട്ട് ഐ എം സൈനിങ് അപ്പ് ദിസ്. So ആ ഒരു 4-5 months period you used to go for rescues or did you? ബേസിക്കലി ആ സമയത്ത് റെസ്ക്യൂസ് കുറവായിരുന്നു. ഇറ്റ് വാസ് അതെ മെയിൻലി ഫീഡിങ് ആയിരുന്നു. ബിക്കോസ് ആയിരുന്നു. കുറെ അബാൻഡൻഡ് പപ്പീസിനെ അബാൻഡൻ ചെയ്യുക, നമ്മൾ കൊണ്ടുപോയി എടുക്കുക, അങ്ങനെ നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ഡോഗ്സ് ഉണ്ട്. സോ അവരും ആൾക്കാർ കൊണ്ടുവരാൻ തുടങ്ങി ഡോഗ്സിനെ. അവരുടെ ഇന്റൻഷൻ മൈറ്റ് ബി നൈസ്, ഒരു ഫുഡ് Nice. കിട്ടുന്ന സ്ഥലമാണ്, അപ്പോൾ അവർ അവിടെ ജീവിച്ചോളും. പക്ഷെ അതേപോലെ നമ്മുടെ എഫേർട്ട് കൂടിക്കൊണ്ടിരിക്കുക, നമുക്കുള്ള Yeah. ബുദ്ധിമുട്ടും Cool. കൂടാണല്ലോ. Yeah. അപ്പൊ അതും അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയിരുന്നത്. Okay. So how does this pause organization work exactly? Like funding ഒക്കെ എങ്ങനെയാ നിങ്ങളുടെ? അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തായാലും ഇത് ഓപ്പൺ ആയിട്ട് പറയണം. ആ. പലരുടെയും വിചാരം പോസ് എന്നല്ല, ഏതൊരു ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ ആണെങ്കിലും പലരുടെയും വിചാരം ഇത് ഗവൺമെൻറ് സപ്പോർട്ട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്, അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ പേ ചെയ്യേണ്ട, അങ്ങനെയൊക്കെയാണ് വിചാരം. അതെ, അതുപോലെ തന്നെ അവർക്ക് സാലറീഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, ഒരുപാട് ഇതിന് പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. ബേസിക്കലി അതൊരു ബിസിനസ് ആണ്, അതിന് ഫണ്ടിങ് അതെ കണ്ടിന്യൂസ് ഇവര് പോലെ നടക്കുന്നുണ്ടെന്നാണ് ആൾക്കാരുടെ വിചാരം അല്ലേ? അതെ, സ്ട്രീറ്റിൽ ആനിമൽസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ഇവര്. ആളുകളാണ് നിങ്ങൾ. അതെ, സോ അവരത് ചെയ്തേ പറ്റൂ, നിർബന്ധമാണ്. നിർബന്ധമാണ്. അതെ, അപ്പോൾ പലരും വിളിച്ചിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു സമയത്തെ ഫിനാൻഷ്യൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. വണ്ടി ഉണ്ടാവില്ല, അപ്പോൾ വണ്ടി പഞ്ചറായിരിക്കും, ഡ്രൈവർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ല. കാരണം ആരെങ്കിലും ഈ പറയുന്ന പബ്ലിക് നമുക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ റൺ ചെയ്യുന്നത്. ഫീഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഷെൽട്ടറിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 100-150 ഡോഗ്സ് ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെക്കുന്നതിന് ഒരു വെറുതെ കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ലല്ലോ, മഴ കൊള്ളരുത്, എല്ലാ കാര്യങ്ങളും നോക്കണം. പക്ഷെ പബ്ലിക്കിന് ഇത് അറിയില്ല. അവരുടെ മുന്നിൽ കിടക്കുന്ന ഒരു ഡോഗ് മാത്രമാണ് അവരുടെ കൺസേൺ. നമുക്കൊരു ദിവസം 8-9 കേസ് വരും, അതിൽ നമുക്ക് ചിലപ്പോൾ മാക്സിമം ഫീൽഡ് ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓർഗനൈസേഷന് ചീത്തപ്പേരാ. അവർ വിളിച്ചിട്ട് അവർ വരുന്നില്ല, അവരങ്ങനെയാണ്, അവർ വെറുതെ പൈസ മേടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓർഗനൈസേഷനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരാളോട് ഇന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അന്നേ ദിവസം നമുക്കൊരു കോൾ വരും, അതിലും സിവിയർ ആയിട്ടുള്ളൊരു കേസ്, ചിലപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ ആ ഡോഗ് അത് ഡെത്ത് ആവും. അപ്പോൾ ഈ കേസ് നമ്മൾ എന്ത് ചെയ്യും, വാക്ക് പറഞ്ഞെങ്കിൽ പോലും നമ്മളത് മാറ്റി വെച്ചിട്ട് ഈ ഡോഗിനെ കൊണ്ടുപോകും. അപ്പോൾ അവരെന്ത് വിചാരിക്കും, ഓ അവർ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്കില്ല. ആൾക്കാരുടെ വിചാരം ഞങ്ങൾ പറ്റിക്കുന്നതാണ്, ഞങ്ങളിങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നില്ല, ഇതൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. പക്ഷേ സത്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, വീട്ടുകാരുടെ ഭാഗത്തുനിന്ന്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, എന്തിനീ പല പഞ്ചായത്ത് മെമ്പർമാർ വരെ പോലീസ് സ്റ്റേഷനിൽ പോവുക, കംപ്ലൈന്റ് കൊടുക്കുക. against us For what? for saving and helping dogs. Oh really? Yeah. Wow. അതെ. ഒരു നല്ല കാര്യം ചെയ്യാൻ വിടില്ല ബേസിക്കലി. ഐ മീൻ ഒബ്വിയസ്ലി ഇവിടെ ആൾക്കാർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഐ മീൻ ഒരു സമയമാകുമ്പോൾ ഐ തിങ്ക് വെൻ ഇറ്റ്സ് ദാറ്റ് മീറ്റിംഗ് ടൈം, ഐ മീൻ ആൻഡ് വെൻ there's a lot of problems, right? എല്ലാ ഡോഗ്സിനെയും ലൈക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടി തന്നെ ഉണ്ട് ആക്ച്വലി. I've seen it, and every time I see that car, that vehicle, I feel so mad. സത്യം പറഞ്ഞാൽ ഹ്യൂമൻസിന്റെ ഓവർ പോപ്പുലേറ്റഡ് ആവുമ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. Exactly, that's Nobody is yeah. doing that. Animals are also equally as important as we are, right? അപ്പം സോ നിങ്ങൾ എന്താ പറയാ, ഓൺ എ ഡെയിലി ശരിക്കും പറഞ്ഞതാ 6 to 7 rescues on a daily Yeah, I mean, he gets calls. really? എന്തായാലും വരാം. So how do you manage? What's a like day in your life like basically ആക്ച്വലി as a rescuer? ഞാനൊരു ബേസിക്കലി ടീച്ചറാണ്, സയൻസ് ടീച്ചറാണ്, ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ന്യൂട്ടൺസ് എന്നാണ് അതിൻ്റെ പേര്. Okay. അപ്പോൾ എങ്ങനെ വന്നെങ്കിൽ എനിക്ക് രാവിലെ ഒരു ഏർലി മോർണിംഗ് 5 to അല്ലെങ്കിൽ 6 o'clock 7 o'clock നമുക്ക് ക്ലാസ്സിന് കയറണം. അപ്പോൾ ആ ഒരു 5 മണിക്ക് എഴുന്നേക്കണം, ക്ലാസ്സിന് കയറി 9 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും. അത് കഴിഞ്ഞാൽ നേരെ വെറ്റിനറി ഹോസ്പിറ്റലാണ്. ഒന്നിൽ എന്തെങ്കിലും കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷനോ സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റലിനടുത്ത് തന്നെയാണ് നമ്മൾ എന്താ പറയുക, അവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്, അവിടെ ഇരിക്കും, ഡോഗ്സിന് ഫീഡ് ചെയ്യും. അപ്പോഴേക്കും ഉച്ച സമയമാകുമ്പോഴേക്കും സ്ട്രീറ്റിൽ കുറച്ച് ഡോഗ്സ് ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ ഫീഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ഡോഗ്സിനെയൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലാണ്. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പെരുമ്പാവൂരുള്ള ഹോസ്പിറ്റലൊക്കെയാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യുക. ഡോഗിനെ എടുക്കുക, അവിടെ കൊണ്ടുപോയി ആക്കുക, തിരിച്ച് എനിക്ക് 4 o'clock തിരിച്ച് വരണം, എനിക്ക് അടുത്ത ക്ലാസ് തുടങ്ങും. അപ്പോൾ നേരെ വരാം, ക്ലാസ്സിൽ കയറാം. അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത റെസ്ക്യൂ ചിലപ്പോൾ വരാം. അപ്പോൾ എന്താ പറയുക, വല്ല ഡോഗ് കിണറ്റിൽ കിടക്കുന്നോ എന്തെങ്കിലുമൊക്കെ വരാം, ചിലപ്പോൾ വരാം. അതും കൂടി കഴിഞ്ഞ് ഫീഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു 9 മണി 10 മണി 11 മണി ആകുമ്പോൾ വീട്ടിൽ കയറും.
ചില സമയങ്ങളിൽ ചിലപ്പോൾ അപ്പോഴും വിടൂല ആൾക്കാർ. ചിലർ പരിചയപ്പെടാൻ വേണ്ടി രാത്രി വിളിക്കും. വിളിക്കും. 12 മണി 1 മണിക്കൊക്കെ വിളിക്കും. ചിലർ അഡോപ്ഷൻ പോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ല, അവർ കാണുന്ന ആ സമയത്തായിരിക്കും, 3 മണിക്ക് 2 മണിക്കൊക്കെ ആയിരിക്കാം. അവർ ആ നേരത്തെ വിളിക്കും, ബ്രോ ഇത് അഡോപ്ഷൻ ഉണ്ടോ. പിന്നെ ചിലർ വിളിക്കുന്നത് ഇൻസ്പയർ ആയിട്ടായിരിക്കുള്ളൂ. ഓ സാറ് ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് പരിചയപ്പെടണമെന്നുണ്ട്. ഉണ്ട്. മറ്റേ ഞാൻ എന്നെ പോലത്തെ അതെ, രണ്ടും നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം. 2 മണിക്ക് വിളിച്ചിട്ടോ. കൊറേയൊക്കെ ആ ഒരു ബേസിക് മാനറിസം അതെ അതെ അഡോപ്ഷൻ സത്യം. നെക്സ്റ്റ് ഡേ ആയാലും റെസ്ക്യൂ ആണെങ്കിൽ ശരി, Yeah. സമയം നോക്കണ്ടെന്ന് നോക്കണ്ട വിചാരിക്കാം. ആവശ്യം. ആ. ഇതൊരു അഡോപ്ഷൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അയാൾ കാണുന്നത് 12 മണിക്കാണെങ്കിൽ ഹി വിൽ കോൾ Call. 12 മണി. ഉം. അതെ അതെ സത്യം പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ഒരു നമുക്ക് എന്തെങ്കിലും റെസ്റ്റ് 2 മണിക്കൂർ കിടന്ന് ഉറങ്ങണമെങ്കിൽ പോലും നിർബന്ധമായിട്ടും ഫോൺ നമ്മൾ സൈലന്റ് ആക്കിയേ പറ്റും. രാത്രിയും സൈലന്റ് ആക്കിയേ പറ്റും. കാരണം കാരണം സമ്മതിക്കില്ല. എങ്ങനെയും വരാല്ലേ കുറ്റമായിട്ട് പറയുന്നതല്ല, അല്ല പക്ഷേ അവരും മനുഷ്യ യു ഗൈസ് ആർ ഓൾസോ ഹ്യൂമൻസ് Yeah. ഒബ്വിയസ്ലി. ഇപ്പം ഒരു യു ഗൈസ് ഹാവ് ടു ബി ഹെൽത്തി ഫോർ അനദർ ഫ്യൂ റെസ്ക്യൂസ് റൈറ്റ്. അതെ. അത് തന്നെ. സോ ഏറ്റവും വേഴ്സ്റ്റ് ലൈക്ക് ഹാർഡസ്റ്റ് റെസ്ക്യൂ ആയിട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ, ലൈക്ക് യു ഗൈസ് ഹാവ് ഡൺ ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു റെസ്ക്യൂ അല്ലോ ചാലഞ്ചായിട്ട് ചലഞ്ചായിട്ട് ഇതുപോലെ കിണറ്റിൽ വീണതോ അങ്ങനെ എന്തെങ്കിലും? അതൊന്നൊരു എനിക്ക് റൂബിയുടെ കേസ് തോന്നിയിട്ടുണ്ട്. ഇത് ഒരു ഞങ്ങൾക്ക് ചലഞ്ച് എന്നല്ല, റൂബിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂബി എനിക്ക് ചാലക്കുടി ഡോഗ് ഇയാളെ വണ്ടി ഇടിച്ചു, തലയിലാണ് ഇടിച്ചത്. കേറിയും തോന്നുന്നു തലക്കുടി, അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇഞ്ചേർഡായി, സ്കളൊക്കെ ഫ്രാക്ചേർഡായി, ബ്രെയിനിൽ ക്ലോട്ട് കാര്യങ്ങൾ. ആളാണെങ്കിൽ ആ നേരത്ത് ഭയങ്കരമായിട്ട് ഇയാൾ എന്താ പറയുക നമ്മുടെ ഇല്ല ആ ഭയങ്കര ഷിവറിങ് കാര്യങ്ങളൊക്കെ, എപ്പിലെപ്സി പോലെ വന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഉറപ്പിച്ച കാര്യം, ഹോസ്പിറ്റലിൽ എത്തിയാൽ പോലും മിക്കവാറും യൂത്തനൈസ് ചെയ്ത് ഇയാളെ നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, നോക്ക് മാക്സിമം നോക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ യൂത്തനൈസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഡോക്ടറോട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും, ബാക്കി നമുക്ക് എന്താ വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റൂബി പയ്യെ നെക്സ്റ്റ് ആളുടെ എപ്പിലെപ്സി കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു. പക്ഷെ അപ്പോഴും കോമയില്ല, ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല. ഇയാളുടെ കഴുത്തിലൂടെ ട്യൂബൊക്കെ ഇട്ടിട്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. പക്ഷെ പയ്യെ ആൾ ഇമ്പ്രൂവ് ആയി വരുന്നു. അതിൻ്റെ ഇടയിൽ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പക്ഷേ ഇത് എത്രയ്ക്ക് ഇമ്പ്രൂവ് ആയി വരും എന്നൊക്കെ പറയാൻ പറ്റില്ല. റൂബി എഴുന്നേറ്റിട്ടില്ല, നടന്നിട്ടില്ല. ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് ചിലപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവാം, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ റൂബിയുടെ ഒരു മാറ്റവും വരില്ല. അപ്പോഴും ആ നേരത്തെ എന്താണെന്നറിയില്ല, ഞാൻ പറഞ്ഞു എത്ര പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും അവളെ രക്ഷിക്കാൻ നോക്കൂ. അപ്പോൾ MRI സ്കാനൊക്കെ എടുക്കണം. MRI സ്കാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, കേരളത്തിൽ ഡോഗ്സിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഡോക്ടറോട് പറഞ്ഞു, നമുക്ക് ഈ ഹ്യൂമൻസിൻ്റെ ഉണ്ടല്ലോ പേയ്മെൻറ്റ് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാം, ഈ രാത്രി സമയങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തു തരും. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടറും അതുപോലെ അവരുടെ ടീമൊക്കെ കൂടി ഏതോ ഒരു സ്ഥലം കണ്ടെത്തി ഇതൊക്കെ ചെയ്തു. 3 മാസം റൂബി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആളതിന് ശേഷം ഡെത്തിൽ കിടന്ന ഡോഗ് 3 മാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്തു. ഒരു പപ്പിയുടെ പോലെ ആയി ആള്, ഓർമ്മയും സംഭവങ്ങളൊന്നുമില്ല. ഫുഡ് കഴിക്കുക, ഇങ്ങനെ കറങ്ങി കിടക്കുക, ഒരു സർക്കിളായിട്ട് ആളിങ്ങനെ കറങ്ങും, ഫുഡ് കഴിക്കും, കിടക്കും, അല്ലാണ്ട് വേറെ ഇമോഷൻസും കാര്യങ്ങളൊന്നുമില്ല. She's with you? ഇവിടെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നല്ല ഇംപ്രൂവ്മെന്റ്. അതെ. Now she's behaving like a dog, an adult. അതിനിടയിൽ റൂബി ഇത്രയും സഫർ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് സർപ്രൈസ് ആയിട്ട് മനസ്സിലായി റൂബി പ്രഗ്നൻ്റ് ആയിരുന്നു. അതായത് Oh my God. മേറ്റ് ചെയ്ത് 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് റൂബിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ റൂബി പ്രഗ്നൻ്റ് ആയിരുന്നു, പക്ഷേ അത് അബോട്ടായി. Yeah. പ്രസവത്തിന് 1-2 ദിവസങ്ങൾ മുമ്പാണ് ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി. അതോടുകൂടി റൂബി കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയി വീണ്ടും. എന്നിട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നു. അതിനുശേഷം ഡിസ്ചാർജ് ആയി. എൻ്റെ വീട്ടിൽ വന്നിട്ടൊരു വേറൊരു മൂഡായിരുന്നു, തൊടുമ്പൊക്കെ ഭയങ്കര ഭയങ്കര വേദന കാണിക്കുന്നു. ഇപ്പം ആള് സ്ലീപ്സ് ഫുൾ ടൈം അങ്ങനെയായിരുന്നു, എപ്പോഴും കണ്ണുറങ്ങാം. പക്ഷെ ഇപ്പൊ നോർമൽ. ഷീസ് റണ്ണിങ്. അതെ. ഇതൊക്കെ ഞാൻ ചിലർ വട്ടാണെന്ന് പറയും, കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷത്തിന് മേലെ ഇവൾക്ക് ഒരു എന്താ പറയാ, മനുഷ്യന്മാരെ സഹായിച്ചൂടെ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇസ് എ വെരി ടിപ്പിക്കൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് വി ഹിയർ. ഈ കാശ് എന്തിനാ പട്ടികൾക്ക് വേണ്ടി? വൈ കാന്റ് യു ഹെൽപ്പ് ഹ്യൂമൻസ്? എന്തോരം പേര് പട്ടിണി കിടക്കുന്നുണ്ട്, അവർക്കൊന്നും ചിലവാക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് രൂപ ഒരു തെരുവിൽ കിടക്കുന്ന ഒരു ഡോഗിന് വേണ്ടിയിട്ട് കളയുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തോരം പൈസ ആൾക്കാർ വെറുതെ കളയുന്നു. അതിനൊന്നും ഒന്നും പറയത്തില്ല. ഓ മൈ ഗോഡ്.
So, like, what about you, Nana? Do you have like some challenging stories to എനിക്ക് share? മെയിൻലി ഐ തിങ്ക് പെരിങ്ങോട്ടുറ ക്രൂവൽറ്റി കേസ് ദാറ്റ് ഷോ 4-5 months മുന്നേ അതായിരുന്നു എൻ്റെ ഒരു What was it? What ഇറ്റ് was വാസ് ലൈക്ക് ഒരു ബ്രീഡർ Uh-huh. അയാൾ ഒരു 18 ഡേയ്സിലേക്ക് അയാളുടെ ഡോഗ്സിനെ Uh, പട്ടിണി കിട്ടിട്ട് പോയേക്കാം uh, ദ റീസൺ ദാറ്റ് ഹി ഗേവ് വാസ് സമ്മൺ ഡൈഡ് ആരോ മരിച്ചിട്ട് സി ഹൂ ഗോസ് 18 ദിവസം ആരാണ് നമ്മളുടെയൊക്കെ ആരെങ്കിലും 2-3 yeah. ഡേയ്സ് മാക്സിമം റൈറ്റ് Mm. അത്രയും ഡോഗ്സ് ഉണ്ട് കാറ്റ്സ് ഉണ്ട് കിളികളുണ്ട് അയാളുടെ വീട്ടിൽ ആള് പറഞ്ഞ എക്സ്പ്ലനേഷൻ ഇങ്ങനെ മരിച്ചു. Mm. ആഫ്റ്റർ ദാറ്റ് പുള്ളിക്ക് എന്തോ കണ്ണിൽ കേട് വന്നു. Mm. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ വരാൻ തിരിച്ചു വരാൻ പറ്റില്ല പറ്റില്ല. റീസൺ ആണ് അത്രയും ഡോഗ്സ് പട്ടിണി ആരൊക്കെയോ കിടക്കാൻ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അല്ല നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് ആനിമൽസ് ഡെത്തായി. Really? കൂട്ടിനകത്തൊരു ഡോഗ് മരിച്ചു കിടക്കുന്നു. വീടിനകത്ത് He's രണ്ട് a breeder. വീടിനകത്ത് കോഴിയുടെ സ്കെൽട്ടൺ ഉള്ളത്. Oh God. കുറെ കോഴി മരിച്ചു. കിളികളുടെ ഒക്കെ അസ്ഥിക്കൂടം മാത്രമല്ല അതെ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എത്ര കിളികൾ ആ കൂട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് തൂവല് മാത്രം അങ്ങനെയായി. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. ഭയങ്കര- ചെയ്തു. Okay. എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ പല പല ബോർഡിങ്സിലോട്ട് മാറ്റി. അല്ല, അപ്പൊ ഇതിനൊന്നും you cannot like we filed an FIR. did, Yeah, we right? did. Okay, okay. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി what happened അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. nothing much might have Nothing happened. might, Yeah, obviously, more might have കുറച്ച്, happened. yeah, കുറച്ച് പൈസ കൊടുത്താ ഇറങ്ങി പോരാന്ന കേസല്ലേ. ആ അത് മൈൻഡ് ആക്കില്ല. മനുഷ്യരുടെ കേസ് തന്നെ അന്വേഷിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പ്രോപ്പറായിട്ട്. പ്രോപ്പർ അപ്പൊ പിന്നെ ആനിമൽസ് Yeah. കേസ് അല്ലേ. ഓക്കെ. സോ നേന എങ്ങനെയാണ് ലൈക്ക് ഓൺ എ ഡെയിലി ബേസിസ് എനിക്കും കോൾ വരുമോ റെസ്ക്യൂടെ? ഇപ്പൊ ബേസിക്കലി ഇപ്പൊ ആന്റണിയാണ് കൂടുതലും റെസ്ക്യൂസ് നോക്കുന്നത്. നോക്കുന്നത്. ഞാൻ അഡോപ്ഷൻ ആന്റണി റെസ്ക്യൂ ചെയ്ത് വരുന്ന ഡോഗ്സിന്റെ അഡോപ്ഷൻ Adoption calls ഞാൻ- എനിക്ക് ഒട്ടും പറ്റില്ല. പറ്റില്ല, എല്ലാവർക്കും പറ്റില്ല. അപ്പൊ ഞാൻ അഡോപ്ഷൻ പോസ്റ്റിലൊക്കെ സത്യം പറഞ്ഞാൽ ചില വീഡിയോസ് ഒക്കെ ചിലപ്പോ ഒരു 5 lakh ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാല് ഒരുപാട് കോള് വരും നമുക്ക്. ആണല്ലേ. 1000 മേലൊക്കെ ചിലപ്പോ കോള് Yeah. വന്നിരിക്കും. പക്ഷെ അത് ആക്ച്വലി ഭയങ്കര ഫുൾഫില്ലിംഗ് അല്ലേ, കോൾസ് വരുന്നുണ്ട് എന്നുള്ളത്. അത് കൈൻഡ് ഓഫ് ആണ് പക്ഷെ at the same time it's kind of very പക്ഷെ അത് irritating track as well. വെക്കാനും ഭയങ്കര പാടല്ലേ. Yeah, അതുമാണ് മാൻ പവർ ഇല്ലെങ്കിൽ ഒരിക്കലും അതെ, പറ്റത്തില്ല. അപ്പൊ നയനക്ക് ഇത് മാത്രമല്ലല്ലോ, നയനക്ക് നയന്റെ പേഴ്സണലായിട്ട് കുറെ കുറെ കാര്യം കാര്യങ്ങൾ. ഇതൊന്നും നടക്കില്ല. അപ്പോൾ സോ വി ഓൾവേസ് ആസ്ക് them to leave a message at least. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, എനിക്ക് പോവാലോ. അറ്റ്ലീസ്റ്റ് വിളിച്ച് തിരിച്ചു വിളിക്കാം. പിന്നെ ഞങ്ങൾ കുറച്ച് ക്രൈറ്റീരിയാസ് വെക്കും. പിന്നെ filter ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് വേണ്ടിയിട്ട്. ചെക്ക് ഒക്കെ Definitely. Yeah, ചെയ്യില്ലേ, yeah, yeah. ഭയങ്കരമായിട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് അത് അതെ, ചെയ്യാൻ ഒരിക്കലും പറ്റുള്ളൂ. ഇതിന് കുട്ടികളോട് ഒത്തിരി സമയം എടുക്കും അതെ, അല്ലേ. അതെ, Yeah. അതിന് നമ്മൾ കുട്ടികളോട് ഒരിക്കലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പറയില്ല. ആ. പക്ഷെ വിളിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞു കുട്ടികളായിരിക്കും. സ്റ്റുഡൻസ് Oh, wow. എസ്പെഷ്യലി പറയും ഈ പെഡിഗ്രി ബ്രീഡ്സിനെ കാണുമ്പോൾ ഒരു ലിമിറ്റ് ഇല്ലാണ്ടാണ് ആൾക്കാർ വിളിക്കുന്നത്. പക്ഷെ അറ്റ് സെയിം ടൈം നമ്മൾ ഒരു ഇൻഡി ബ്രീഡിന്റെ The thing is, ഇടാണെങ്കിൽ the thing is they're getting a dog for free. ഫ്രീ എക്സാക്ട്ലി That's the main അതെ, reason, right. right? അത് എല്ലാവരുടെയും തോട്ട് പ്രോസസ് ആണല്ലോ. First, അതെ, അതെ, അതെ. the thing is that, yeah. And then indie breeds have not much. ഒരു മേ ബി 5 കോൾസ് Calls. മാക്സിമം. അഡോപ്റ്റ് ആവുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, ഇല്ലെന്നല്ല. പക്ഷെ ഭയങ്കര കുറവാണ്. കുറവാ. Yeah. പക്ഷെ I personally like indie breeds. Yeah, I'm I'm fan. not, yeah, even like എനിക്ക് ഞാൻ എപ്പോഴും ആര് ചോദിച്ചാലും പറയും, നിങ്ങൾ ഏത് ബ്രീഡിനെ മേടിച്ചാലും നാടൻ പട്ടിക്കുള്ള ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് വേറെ ഒരു ബ്രീഡിലും കിട്ടില്ല. അവരുടെ ആ ഒരു റെസ്പോൺസിവ്നെസ് എല്ലാം, like, Yeah. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ആണ് നമ്മൾ ഒരു ഇൻഡി ബ്രീഡിന് അങ്ങനെ. സോ ആൻഡ് ദെൻ ഇപ്പൊ കൂടെ ഉള്ള ഒരു ഡോഗിനെ പറ്റി പറഞ്ഞില്ലേ, ദ വൈറ്റ് വൺ ഐ സോ ഇൻസ്റ്റാഗ്രാം. ആ. ഹസ്കിയുടെ ഹസ്കി അല്ലല്ലോ അത്, പക്ഷെ അവൻ വൈറ്റ് ഹസ്കിയാ. വൈറ്റ് ഹസ്കിയാ. നോർമലി നമ്മുടെ അങ്ങനെ നാട്ടിലുള്ളതൊക്കെ ഒരു സൈബീരിയൻ ഹസ്കിയാണ്. ഇവൻ വൈറ്റ് ഹസ്കി എന്ന് അപ്പൊ പറയുന്നത്. ഇവനെ ശരിക്കും അബാൻഡൻ ചെയ്തത് എന്തായിരുന്നു അവന്റെ പ്രശ്നം? അവനെ അതൊരു ക്രൂവൽറ്റി കേസ് കൺഫിസ്റ്റിക്കേഷൻ ആയിരുന്നത്. അവനെ ഇതുപോലെ അടച്ചിട്ടേക്കും ഫുൾ ടൈം കേജ്ഡ് ആയിരുന്നു. അതും ഒരു ക്രൂവൽറ്റി തന്നെയാണല്ലോ. ഇമാജിൻ നമ്മൾ ഒരു മുറിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണില്ല, ഫുഡ് മാത്രം നമുക്ക് Yeah, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതൊക്കെ വിളിച്ചു പറയാനായിട്ട് മെയിൻലി ഇറ്റ്സ് യുവർ ഫോളോവേഴ്സ് അതെ അതെ മെയിൻലി, and വേറെ we keep them anonymous ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല ആരാ വിളിച്ച് പറഞ്ഞെന്നുള്ളത്. അങ്ങനെ കുറെ പേര് ആൻഡ് പോസ്റ്റിൽ ശരിക്കും എന്തോരം വോളണ്ടിയേഴ്സ് ഉണ്ട് അവർക്ക് ശരിക്കും ഇപ്പോ, അല്ലെങ്കിൽ ലൈക്ക് അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ടോ നമ്പർ ഓഫ് വോളണ്ടിയേഴ്സ്? മാൻ പവർ വളരെ കുറവായതുകൊണ്ട് വി ഓൾവേസ് Like they are ഫോഴ്സ്ഫുള്ളി വി ആസ്ക് them to volunteer പറ്റുന്ന രീതിയിൽ And സഹായിക്കാം. volunteer ചെയ്യുമ്പോൾ what are the activities that we as volunteers have to do? Like പറ്റുന്ന രീതിയിൽ ഏതൊക്കെ ആസ്പെക്ട്സ് ഉണ്ട് അവിടെ അവരുടെ സ്കിൽ ടൈമിംഗ് അനുസരിച്ചിട്ടാ. ഇപ്പൊ ചിലവര് സൺഡേ ഒന്ന് ഫീഡ് ചെയ്ത് ചിലപ്പോ ഡോഗ്സിനെ ചിലപ്പോ ബാത്തേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ചിലവര് പോവും. ചിലവര് ചിലപ്പോ ഡേ ടൈം അവൈലബിൾ ആണെങ്കിൽ റെസ്ക്യൂസിന് കൂടെ പോവാം. ചിലപ്പോ ഡ്രൈവർ ഇല്ലെങ്കിൽ ചിലപ്പോ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് പോവാം. അങ്ങനെയൊക്കെ. പിന്നെ എങ്ങനെയാണ് അത്, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടോ, ലൈക്ക് ഓവർ ദ ഇയേഴ്സ്, ലൈക്ക്
അഡോപ്ഷൻ റേറ്റ്സ് കൂടുന്നുണ്ടോ? അങ്ങനെ ഡു യു ഫീൽ ലൈക്ക് പീപ്പിൾ ആർ ചേഞ്ചിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ഇന്ത്യയുടെ അഡോപ്ഷൻ റേറ്റിൽ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ലൈക്ക് വന്നിട്ട് ഞങ്ങൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഒരു ഒറ്റ മനുഷ്യനും ഇന്ത്യസിന് വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു? പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ അവരുടെ പെഡിഗ്രി ഡോഗ് മരിച്ചതിന്റെ ബേസിസിൽ ദേ റിയലൈസ് ദാറ്റ് ഓക്കെ ഇന്ത്യസ് കുറച്ചും കൂടി നാള് ജീവിക്കും. വാവ്. അപ്പോൾ പെഡിഗ്രി അങ്ങനെ ഒരു ഐ ഹാഡ് ആൻ ഇൻസിഡന്റ്. ഇൻസിഡന്റ്. ലാബ്രഡോർ ആയിരുന്നു, അത് മരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നാടൻ പട്ടി മതി. മതി. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഡോഗ് ഹാഡ് ടു ഡൈ ഫോർ ദം ടു റിയലൈസ്. For them to realize that. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. വാവ്. കുറേയൊക്കെ കാര്യങ്ങൾ മാറ്റം വരുന്നുണ്ടോ ഈ ആനിമൽസിനോടുള്ള ഒരു എന്താ പറയാ അപ്രോച്ച് ആ. കുറേയൊക്കെ ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും ഈ ആടും പശുവും അവര് മോശമാണെന്നല്ല, മനസ്സിലായി. അവരുടെ കേസ് ആയിരുന്നു. പക്ഷെ Because ഇന്നിപ്പോ അവർക്ക് എന്ത് അവരിന്ന് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്തൊക്കെയോ. അതെ അതെ ഇവരുടെ അടുത്ത് നമുക്കൊന്നും ഒന്നുമില്ല. കിട്ടുന്നില്ലല്ലോ. ഇന്ന് പക്ഷെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയ ഒരുപാട് ഡോഗ്സ് ഉണ്ട്, Dogs. ഒരുപാട് കാറ്റ്സിനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് ആളുകൾ. പക്ഷെ ഇപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാ. ഇപ്പം ഞാൻ ഒരുപാട് അഡോപ്ഷൻ ഡ്രൈവിനൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം ഉം. ഈ പൊതുവെ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഇൻഡീസിനൊക്കെ കുറച്ചും കൂടി താല്പര്യമുണ്ട്. പാമ്പർ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ പെറ്റ് ചെയ്യാനൊക്കെ അവർ എടുക്കുന്നെങ്കിലും ഉണ്ട്. ഉം. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ സാധാരണക്കാർക്ക് അവർക്ക് ബ്രീഡ്സിനെ മതി, മതി. ഉം. അവർക്ക് ഇൻഡീസിനെ വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ല. പക്ഷെ ഇവിടെ എറണാകുളത്തൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ. ഇൻഡീസിനെ അവർക്ക് ഭയങ്കര കാര്യമാണ്. കാര്യം. കാരണം obviously ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എന്റെ ഫാദർ എന്നൊക്കെ പറഞ്ഞ എവിടെ പട്ടീനെ കണ്ടാലും പോയി തൊടും, ഭക്ഷണം കൊടുക്കും. അതിനൊന്നും ഒരു ഹെസിറ്റേഷൻ ഇല്ല അവിടെ. ബിക്കോസ് അത് അത് തന്നെയായിരിക്കും എനിക്കും കിട്ടിയത്. എന്റെ ഫാമിലി 4 of them are like that. എനിക്കൊരു ബ്രദർ ഉണ്ട്. ആ ബ്രദറും അങ്ങനെ തന്നെയാ, ഭയങ്കര മൃഗപ്രേമികളാണ് ഞങ്ങൾ. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നത് ഒരു ഡെത്ത് ഒക്കെ. അപ്പോൾ അത് ദാറ്റ്സ് വൈ ഐ ചോസ് നോട്ട് ടു ബിക്കം എ വെറ്റിനറിയൻ ബിക്കോസ് ഐ കെ നോട്ട് ഹാൻഡിൽ ഇറ്റ്. എനിക്ക് കരയാനേ നേരം ഉണ്ടാവുള്ളൂ, ട്രീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അങ്ങനെ. സോ എനിക്ക് വോളണ്ടിയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇഫ് എനിബഡി ഓഫ് യു ലൈക്ക് ടു വോളണ്ടിയർ, പ്ലീസ് ഡു കോൺടാക്ട് ദം. ഐ ലീവ് ദെയർ കോൺടാക്ട് below and try to help them out. I'm very sure that it's very fulfilling. Like ഇപ്പൊ നിങ്ങൾക്ക് ഒരു മെന്റൽ പീസ് വേണമെങ്കിൽ I'm very sure that a shelter is the best place to go to. You will feel so much better helping them. As a human നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക, ആസ് എ പേഴ്സൺ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരിക്കും അത്. എനിക്കൊരു വീഡിയോ കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുമെങ്കിൽ അത് അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഐ എം ഡെഫിനറ്റ്ലി ഗോണ കം വൺ ഡേ. സോ ഇപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ കൂടെ റെസ്ക്യൂസിന് വരണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. ഒരുപാട് തരത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം, ഫോസ്റ്റർ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. കുറച്ച് നാളത്തേക്ക് ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്നവരെ കുറച്ച് നാളൊന്ന് നോക്കുക, അതിന്റെ കാര്യങ്ങൾ നോക്കുക. അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ആ ഒരു പീരീഡ് ഓഫ് ടൈം. കാരണം അതിന് ആക്ച്വലി ഫോസ്റ്ററിങ് ഇസ് എന്താ പറയാ, ആരും അങ്ങനെ ചെയ്യാറില്ല. ഭയങ്കര കുറവാ ഫോസ്റ്ററിങ് ചെയ്യുന്ന ആൾക്കാർ. ഫസ്റ്റ് ഓഫ് ഓൾ ഫോസ്റ്ററിങ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അത് തന്നെ. ബിക്കോസ് ബേസിക്കലി ഷെൽട്ടറിൽ ആനിമൽസിനെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചില വീട്ടുകാരെ ഏറ്റെടുക്കും. ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒരു അഡോപ്റ്റ് ചെയ്യുന്നവരെ. പക്ഷെ there are incidents where the family gets attached with the dog and they itself ഫോസ്റ്റർ ചെയ്യുന്ന പെറ്റ്സിനെ അവർ തന്നെ അഡോപ്റ്റ് ചെയ്യും. ബിക്കോസ് അവർ that's also a way of realizing whether that dog is for you or not. And also എന്താ പറയാ, ചില ആൾക്കാർക്ക് പെറ്റ്സ് വേണ്ടായിരിക്കും ഫോർ എവർലി, പക്ഷെ അവരും മാറും. ആസ് എ ഫോസ്റ്റർ പാരന്റ് they also change. ബിക്കോസ് അറ്റാച്ച്മെന്റ്. പക്ഷെ ഫോസ്റ്റർ ഫെയിൽ ആയാലും പ്രശ്നമാണ്. കാരണം നമുക്ക് ചിലപ്പോ അയാൾ മാത്രം ഫോസ്റ്ററിംഗ് അഡോപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോസ്റ്ററിംഗ് കൊടുക്കാൻ പറ്റില്ല. Yeah, that's also true, right? Because they won't be available. But being a foster parent is very hard. True. I should say that. It's very hard because ഒരു പെറ്റ് വന്നു കഴിഞ്ഞാൽ letting them go is ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം അത്രയും സ്നേഹം ഉള്ളതുകൊണ്ടാണ് അതിനെ എടുക്കുന്നത്. 2 മാസത്തേക്കാണെങ്കിലും നോക്കാന്ന് പറഞ്ഞ് എടുത്തിട്ട് പിന്നെ അതിനെ കൊടുക്കുന്ന ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ യു ഷുഡ് ബി വെരി മെന്റലി സ്ട്രോങ് ടു ബി എ ഫോസ്റ്റർ പാരന്റ്. അതുകൊണ്ടും കൂടി ആയിരിക്കും ഈ നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവാണ് ഫോസ്റ്ററിങ്. എനിക്കൊന്നും തീരെ പറ്റില്ല ആക്ച്വലി. എനിക്കൊരു പെറ്റിനെ കിട്ടി എനിക്കതിനെ കൊടുക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല. ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ 5 minutes, if I get a dog on like if I see a dog on the road and I've spent some time with it, letting them go is hard for me. അത്രയും ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർക്ക് പറ്റിയ പണിയല്ല. എന്നെ പോലെ തീരെ പറ്റുന്ന പണിയല്ല. ഓക്കെ. സോ നിങ്ങൾക്ക് തൃശ്ശൂർ മാത്രമാണോ റെസ്ക്യൂ, അതോ കേരളം മൊത്തം ഡു യു ഗൈസ് സ്പ്രെഡ് അറൗണ്ട് അ ലോട്ട്? പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലൈക് വി ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ്. നമുക്ക് മലപ്പുറം കോഴിക്കോടിലൊക്കെ ആ ദിവസം തന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ വാട്ട് വി ഡു ഇസ് നമ്മൾ അങ്ങനെ അവർക്ക് അവിടെ ഉള്ള
റെസ്ക്യൂവേഴ്സ് ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അവിടെ ഉണ്ട്. സോ there are multiple people who do this all around ആ Kerala. യെസ് അല്ലേ? നമുക്ക് കണക്ഷൻസ് ഉണ്ട്. ആ. നമുക്ക് ആരും പേഴ്സണലി അറിയില്ല, ഉം. പക്ഷെ നമുക്ക് അവരുടെ നമ്പേഴ്സ് ഉണ്ട്. ഉം. അപ്പം നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയും. ഉം. നമുക്കറിയില്ല അവർ ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ചെയ്യുന്നവരുണ്ട്. സോ നമ്മൾ അങ്ങോട്ടുള്ള കോൺടാക്ട് കൊടുക്കുകയാണ് ചെയ്യുക. Can't hear. So what do you say street dogs ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ ലൈക്ക് ഹൗ ഡു യു റിയാക്ട് ദാറ്റ്? എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ റീസൺ എന്തായിരിക്കും? ഇപ്പോൾ സ്ട്രീറ്റ് ഡോഗ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ഡോഗ്സ് ആയിട്ട് മിങ്കിൾ ചെയ്യുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. ഉം. എനിക്ക് ഇതുവരെ ഒരു സ്ട്രീറ്റ് ഡോഗിൻ്റെ ഒരു കടി കിട്ടിയിട്ടില്ല, Yeah. ഞാനൊക്കെ കിട്ടിയിട്ടില്ല. അതെന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി വരെ ഉം. ഉം. അവർ നമ്മൾക്ക് നമ്മുടെ അടുക്ക് അപ്രോച്ച് ചെയ്യാൻ അവർ റെഡി അല്ലെങ്കിൽ വേണ്ട, വേണ്ട. നമ്മളതിന് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭക്ഷണം കൊടുക്കുക, നമ്മൾ പോവുക. അല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരിക്കലും സ്നേഹിക്കണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. പല ആളുകൾ പല ടൈപ്പാണല്ലോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്ട്രീറ്റ് ഡോഗിന് ഇഷ്ടപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കൊടുത്തേ പറ്റൂ, നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വേണ്ട, പക്ഷെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഉം. വേണ്ട, ഭക്ഷണം കൊടുക്കണ്ട, പക്ഷെ കല്ലെടുത്തും നമുക്ക് എറിയാതിരിക്കാം. ശരിയാ. ആ. വിട്ടേരെ, അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്ക്. ആ. പക്ഷെ പലരും ഒന്നാമത്തെ അവയർനെസ്സിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉണ്ട്. പലരും വിചാരം ഏത് ഡോഗ് കടിച്ചാലും റേബീസ് ഉടനെ വരുന്നതാണ്. ആ. ഏത് ഡോഗും കടിക്കാനാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെന്നാണ് പലരും വിചാരിച്ചിട്ടാണ് അവർ അതിൻ്റെ മുന്നിലേക്ക് നടക്കുന്നത്. ഒന്നുകിൽ കല്ലെടുത്ത് കൈ പിടിക്കുക, അല്ലെങ്കിൽ വടിയെടുത്ത് പിടിക്കുക. ഡോഗ് അടുത്തേക്ക് വന്ന് പോയാൽ മതി, അപ്പോഴേക്കും ഇങ്ങനെ കാണിച്ചാൽ അതെ. ഓടിക്കുക. ഉം. അപ്പോൾ ഡോഗിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊരു ത്രെട്ടാണ്. Yes. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ആ ഡോഗ് അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ശ്രമിക്കും. അതിൻ്റെ ലൈഫ് അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. Yeah. സോ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി ആദ്യം തന്നെ മാറ്റണം. ഉം. പിന്നെ പല ഡോഗ്സും അറ്റാക്ക് ചെയ്യുന്നത് ഒരിക്കലും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഡോഗിനെ കുറ്റം ഞാൻ പേഴ്സണലി പറയില്ല. കാരണം ആ ഡോഗ് ആ ഒരു സിറ്റുവേഷനിൽ കടിക്കുന്ന രീതിയിലേക്ക് എത്താനായിട്ട് ഒരു വലിയൊരു ട്രോമ അതിൻ്റെ പാസ്റ്റിൽ ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കാം. കടി കിട്ടുന്ന ആൾ കംപ്ലീറ്റ്ലി ഇന്നസെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ കുഞ്ഞിലെ പ്രായം തൊട്ട് ഒരു പപ്പി സ്റ്റേജ് മുതൽ അതൊരു അഡൽട്ട് ഡോഗ് ആകുന്നത് വരെ അത് ഒരുപാട് കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. ഉം. ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ത്രെട്ട് അതിനുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കടന്നു വന്ന് പിന്നീട് ഒരാളെ കാണുമ്പോൾ ഒരിക്കലും അത് സ്നേഹത്തോടെ പെരുമാറത്തില്ല. ഇല്ല. അതിൻ്റെ വിചാരം ഭക്ഷണം കൊടുക്കാൻ പോയാൽ പോലും അതിൻ്റെ പേടി. അത്രയും കാലത്തെ ആ പേടി കൊണ്ട് അത് വിചാരിക്കുക അതിനെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഡോഗ്സിൽ ഭൂരിഭാഗം ഉപേക്ഷിക്കപ്പെടുന്ന നായകളാണ്. ഉം. നമ്മുടെ നാട്ടിൽ സ്നേഹം കിട്ടിയിട്ട് ഉപേക്ഷിക്കും. അതെ, കുറച്ച് നാൾ വളർത്തി എന്താ പറയാ കഴിയുമ്പോ ഇട്ടിട്ട് പോകുന്നത്. ഇട്ട് റോഡിലേക്ക് ഇട്ടിട്ട് പോവാണ്. ഞാൻ സ്ഥിരം ഓരോ ദിവസവും എനിക്ക് പുതിയ നായകളുടെ റോഡിൽ കാണാൻ പറ്റും. ഇവർ അത്രയും നാൾ വളർന്നേക്കുന്ന ഒരു ചങ്ങലയുടെ അറ്റത്തായിരിക്കും. അതെ. അവർക്ക് ഫ്രീഡം കംപ്ലീറ്റ്ലി റിജക്റ്റ് ആയിരിക്കണം. ആയിരിക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് ചങ്ങല അഴിച്ചിട്ട് വിടാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ഓടും, ചാടും, ആൾക്കാരെ പുറകെ പോവും. ഇനി ഈ ഡോഗ്സിനൊക്കെ വാക്സിനേറ്റഡ് ചെയ്തതായിരിക്കും? ഒരിക്കലുമില്ല. അല്ല. പ്രോപ്പറായിട്ട് ഒരു വാക്സിനേഷനും ഉണ്ടാവില്ല. അപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് റേബീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആൾക്കാരെ കടിക്കും. ഇതൊക്കെ ആരുടെ പ്രോബ്ലമാണ്? അതെ. ഇത് ഒരിക്കലും- മൊത്തത്തിൽ അവരുടെ പ്രോബ്ലം അല്ല ആക്ച്വലി. അതെ, ഒരിക്കലും അവരുടെ പ്രോബ്ലം ഓണേഴ്സിന്റെ പ്രോബ്ലമാണ്. ആണ്. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതിനാണ് അവർ നമുക്ക് തിരിച്ചു തരുന്നത്. ഒരിക്കലും ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് ഒരു ഡോഗ്. അതെ. അതിനപ്പുറത്തേക്ക് അതൊരു ആനിമൽ അല്ല, കൂട്ടിൽ കിടക്കുന്ന ആനിമൽ അല്ല. ഉം. പക്ഷെ കേരളത്തിൽ ആ ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത് പട്ടിയെ വളർത്തണമെങ്കിൽ അത് കൂട്ടിലിട്ട് തന്നെ വളർത്തണം. വളർത്തണം. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, എൻ്റെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നൊരു സ്കൂളുണ്ട് നോർത്ത് പറവൂർ, ഗേൾസ് ഹൈസ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. അവിടെ ഒരു ഡോഗ് ഉണ്ട്. അപ്പോൾ ആ ഡോഗിന് വയ്യാന്ന് എൻ്റെ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ ഒരു പപ്പിയാണ്. അപ്പോൾ അതിനെ ഞാൻ വേണ്ട മെഡിസിനും റേബീസ് വാക്സിനൊക്കെ കൊടുത്തു. അപ്പോൾ സ്റ്റുഡൻസ് ആകുമ്പോൾ എന്തായാലും കോക്സിജൻസിനെ പറ്റി അവർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ ആ ഡോഗിനെ എടുത്തു. ഞാൻ വാക്സിനേഷൻ കാര്യങ്ങളും മെഡിസിൻസ് ഒക്കെ ഞാൻ കൊടുപ്പിച്ചു. പാമ്പർ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. നമ്മുടെ എല്ലാ ആനിമൽസിനെയും ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ സ്കൂൾസിലെ കുറച്ച് ടീച്ചേഴ്സും ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ സ്കൂളിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഒരു 2 days കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ നിന്നൊരു കോൾ വന്നു. എന്നിട്ട് ആ വീഡിയോ ഉടനെ ഡിലീറ്റ് ചെയ്യണം, പാരൻസിന് അതൊരു ഇഷ്ടപ്പെടില്ല, ഡോഗിനെ എടുത്ത് കയ്യിൽ പിടിച്ചേക്കാണ്. ഇങ്ങനെയാണ് സ്കൂളുകാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ സ്കൂളുകാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചുറ്റുമുള്ള ആനിമൽസിനെ ഇഷ്ടപ്പെടണമെന്ന് താല്പര്യമില്ല. എന്തിനും അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൾ, എനിക്ക് ആളുടെ പേരൊന്നും ഓർമ്മയില്ല, സിന്ധു അങ്ങനെ എന്തോ ആണ്. പുള്ളിക്കാരൊരു ഡോഗിനെ അവിടുത്തെ PVC പൈപ്പ് വെച്ച് പപ്പിയെ നിരന്തരമായിട്ട് അടിക്കുമായിരുന്നു. ഉം. ഇത് അവിടുത്തെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കണ്ടിട്ട് പലതവണ പറഞ്ഞെങ്കിലും പുള്ളിക്കാരി അതൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ മാതൃകയാക്കേണ്ട ആളുകൾ തന്നെയാണ് അതെ. ഈ അബ്യൂസ് കാണിച്ചു കൊടുക്കുന്നത് കുട്ടികളുടെ ഇടയിൽ. Yeah. ഇതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുക ആ സൊസൈറ്റിയിൽ? സൊസൈറ്റിയിൽ സി വാട്ട് എവ്രി വൺ സേസ് നമ്മള് പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് കൊടുക്കുന്ന എന്താ,
പട്ടിയെ കണ്ട കല്ലെറിയാ, വടി, അത് ഇത് ഇങ്ങനെ കാണിച്ചു കൊടുത്താല് പിള്ളേര് അങ്ങനെ ചെയ്യും. അതിനായിട്ടുള്ള ഒരു റിസൾട്ട് തിരിച്ചും നമുക്ക് കിട്ടും. അത് അതെ. അത് മാറ്റുക. ലൈക്ക് ആ ഒരു ചെറുപ്പം മുതലേ അത് അങ്ങനെ പഠിപ്പിക്കരുത്. ദേ ആർ ഓൾസോ നമ്മുടെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്യണം നമ്മൾ വിത്ത് ആനിമൽസ്. ബിക്കോസ് അവരെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളെയും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യും. സോ ബെറ്റർ വേസ് ജസ്റ്റ് ഡോണ്ട് ഈവൻ ലവ് ദം, പക്ഷെ ഡോണ്ട് ഹേർട്ട് ദം. Yeah. അങ്ങനെ ചെയ്യണ്ട, വിട്ടേരെ, അതിനെ അതിന്റെ വഴിക്ക് വിട്. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ജീവിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടണം, ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല. സോ അതുപോലെ തന്നെ പറ്റില്ലെങ്കിൽ വളർത്തണ്ട. വളർത്തണ്ട. അത് അതെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതെ ഒരു 15 വർഷത്തോളം ചിലപ്പോൾ ഒരു ഡോഗ് ജീവിക്കും. ഉം. അത്രയും നാൾ ഇപ്പോൾ നമ്മൾക്കൊരു കുട്ടി ഉണ്ടായാൽ പോലും അതെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. മാറും. പക്ഷെ ഒരു പെറ്റ് എന്ന് പറഞ്ഞാൽ മരിക്കുന്നവർ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. നോക്കണം. ഭക്ഷണം, അതുപോലെ തന്നെ അതിൻ്റെ മെഡിസിൻസ്, അതിൻ്റെ ഫ്രീഡം, ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളതാണ്. ഉള്ളതാണ്. അത് ചെയ്യാൻ പിന്നെ അത് പറ്റില്ലെങ്കിൽ മാത്രമല്ല, ഒരു പെറ്റ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അവരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. ലൈക്ക് നമ്മൾക്ക് ഗാർഡായിട്ടാണ് ഒരു ഡോഗിനെ നമ്മൾ എടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ അതിനെ നോക്കണം നല്ലോണം. ഇതൊരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിനെ കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് കൊണ്ടുപോയി കളയാം. കളയാം. സ്വന്തം കുട്ടികളെ ഇവർ ചെയ്യോ? അതെ, ഒരിക്കലും ചെയ്യില്ല. ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ്. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന റീസൺ തന്നെ ഇങ്ങനത്തെ ചില ഇൻസൈറ്റ്സ് നിങ്ങളെ അറിയിക്കാനാ. നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനത്തെ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ദേ ഹാവ് ടു സീ ദിസ്. ഇങ്ങനത്തെ ഹ്യൂമൻസ് കുറവാ. സോ ലെറ്റ്സ് ബിക്കം മോർ ലൈക്ക് ദം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് അവരെ പോലെ എല്ലാത്തിനും ഇറങ്ങണ്ട, പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് അവരെ അതായത് ഓരോ ഡോഗ്സിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇടല്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇടല്ലേ. അറ്റ്ലീസ്റ്റ് എന്താ പറയാ, ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചെങ്കിലും ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലും വേണ്ട, അവരുടെ വഴിക്ക് വിടുക. ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക ഒരു മൃഗങ്ങളെ. ഐ എം ജസ്റ്റ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡോഗ്സ് Dog. അല്ലെങ്കിൽ കാറ്റ്സ്, എനി ആനിമൽ ദാറ്റ് ഇസ്. ഹൗ മച്ച് എവർ യു ക്യാൻ ട്രൈ ടു ലെറ്റ് ദം ബി, ഡോണ്ട് ഡു എനിത്തിങ് ഫോർ ദം. പക്ഷെ അവരെ ജീവിക്കാൻ വിടുക, അവർക്കും ഉള്ളതാണ് ഈ ലോകം. സംടൈംസ് ഒരു കാര്യം കൂടി പറയാം. ചില സമയത്ത് ഈ റോഡിൽ ഡോഗ് വട്ടം ചാടി എന്നൊരു സംഭവം കേൾക്കാറുണ്ട്. ചിലർ പറയുന്ന കമൻ്റാണ്, ഞാൻ ഹോൺ അടിച്ചു, ഡോഗ് മാറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അവർ വിചാരിക്കുക ഡോഗിന് അറിയാലോ ഞാൻ വണ്ടി ഓടിക്കുന്നത്, അപ്പോൾ ഡോഗിന് ഞാൻ പോയി കഴിഞ്ഞിട്ട് നടന്നു പോക്കൂടെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ബിഹേവ് ചെയ്യണം. അതെ, ഒരു ഡോഗ് ഒരു ഹ്യൂമൻ ബിഹേവ് ചെയ്യുന്ന പോലെ ചിന്തിച്ച് ചെയ്യണം എന്നാണ് അവരുടെ നിർബന്ധം. ഇതാണ് സത്യം പറഞ്ഞ ഓൾ ദീസ് തിങ്സ്, ഇതൊക്കെ ഒരു കോമൺ സെൻസ് ആണ്. ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഇതുപോലുള്ള, വി ആർ ഓൾ ഹ്യൂമൻസ്. നമുക്ക് ഇത്രയും ഡെവലപ്ഡ് ബ്രെയിൻസ് ഒക്കെ തന്നിരിക്കുന്നത് ഈ ഒരു ബേസിക് കാര്യം പോലും നമുക്ക് അറിയില്ലെങ്കിൽ then I don't know what to say. അപ്പൊ എനിവേസ്, ഐ വോണ്ട് you guys to എന്താ പറയാ, ലൈക്ക് ദം, ഫോളോ ദം ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുക, പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് എന്ത് രീതിയിലാണെങ്കിലും ദേ ആർ വെൽക്കമിങ് ഇറ്റ്. ഫിനാൻഷ്യലി ഇറ്റ്സ് ദ ലാസ്റ്റ് തിങ് ദേ വാണ്ട് മേജർലി ഹാൻഡ്സ് ടു ഹെൽപ്പ് ദം. So if you're willing, just volunteer, be a hand for them. It'll be a great help. So thank you so much, Anthony. Thank you so much for being here. Thank you, Nena. അവര് രണ്ടുപേരും ഒത്തിരി ട്രാവൽ ചെയ്തിട്ട് വന്നേക്കുന്നതാണ്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. സോ ഞാൻ വരുന്നതായിരിക്കും വോളണ്ടിയർ ഫോർ ഷുവർ. എനിക്ക് കൊടുങ്ങല്ലൂർ വരെ വരാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ എന്നാലും കൊച്ചിയിൽ ഞാൻ ചെയ്തിരിക്കും. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. സോ ഗൈസ്, please like, share, subscribe and keep following them. Thank you. Bye.